ഞാൻ 5 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചതിന് അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സന്തോഷം ഉണ്ടായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഗൈസ്, ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരാൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് മേടിക്കാൻ പോവാണ്. അതെ, ആർക്കാണെന്നൊന്നും പറയത്തില്ല, പക്ഷെ നമ്മൾ സർപ്രൈസ് ഗിഫ്റ്റ് ആണ് മേടിക്കാൻ പോകുന്നത്. ബാക്കി കൂടുതൽ ഡീറ്റെയിൽ ഇവൾ പറയും. ഞാനും ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ടൊരു സർപ്രൈസ് ഗിഫ്റ്റ് ആണ് മേടിക്കാൻ പോകുന്നത്. ആർക്കാന്നൊക്കെ കൊടുക്കുന്ന നമ്മള് ലാസ്റ്റ് വീഡിയോയുടെ എൻഡിൽ കൊടുക്കാം. ആർക്കാ കൊടുക്കുന്നത്, എന്താ കൊടുക്കുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് ഒരു ബാഗ് വേണം. വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ആൾക്ക് പറ്റിയ സാധനങ്ങൾ നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് എടുക്കാന്ന് വിചാരിച്ചിരിക്കും. ഫസ്റ്റ് നമ്മുടെ ഓപ്ഷൻ ബാഗാണ്. അപ്പൊ നമുക്ക് ആദ്യം ബാഗ് നോക്കാൻ പോകും. അപ്പൊ നമ്മൾ ഫസ്റ്റിലെ ബാഗ് നോക്കാൻ പോകുന്നത് മെട്രോ എന്ന് പറയുന്ന ഒരു കടയുണ്ട്. മെട്രോയും ക്രോക്സും കൂടെ അടുത്തടുത്ത് 2 കടകളുണ്ട്. നമുക്കിനി അവിടെ പോയി നോക്കാം. അവിടെ ഇവർക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ വേറെ തപ്പ. അപ്പൊ നമ്മള് മെട്രോ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ പോയി നോക്കാം ബാഗ്. ഞാനൊരു ക്ലച്ച് ടൈപ്പ് ബാഗാണ് ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ കൊടുക്കുന്ന ആള് ഒരു 10-27 വയസ്സൊക്കെ ഉള്ള പ്രായമുള്ള ഒരാളാണ്. സോ ക്ലച്ച് ടൈപ്പ് ബാഗാണ് നോക്കുന്ന ആള്. കുറച്ച് സ്റ്റൈലിഷ് ആണ്. ക്ലച്ച് ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു പാർട്ടി വെയർ ടൈപ്പ് ഒരു ബാഗ് കാണിച്ചു തരാം. മെട്രോ എന്ന് പറയുന്ന കടയിൽ കയറിയ ഉടനെ അതുപോലെ തന്നെ തിരിച്ചിറങ്ങി വന്നു. കാരണം അവള് തന്നെ പറയും എനിക്ക് ഇഷ്ടമായില്ല ഗൈസ് അവിടുത്തെ. ഇപ്പൊ ഞാൻ ഉദ്ദേശിച്ച ബാഗ് എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡൽ. ഇത് എനിക്ക് അസ്രു ബർത്ത്ഡേക്ക് H&M മേടിച്ചു തന്ന ബാഗാണ്. അപ്പോ ഇതിന് ഒരു നോർമൽ 2500 റേഞ്ച് ഒക്കെയാണ് ഈ ബാഗിന് ആയുള്ളൂ. പക്ഷെ ഞാൻ ആ ഒരു ടൈപ്പാണ് ഉദ്ദേശിച്ചത്. പക്ഷെ ആ ഒരു ടൈപ്പ് ബാഗ് അവിടെ ഇല്ല. അവിടെ കുറച്ചും കൂടി പാർട്ടി വൈബ് ബാഗ്സ് ഒക്കെ ഇല്ല, അങ്ങനത്തെ ബാഗാണ് നമ്മൾ കൊടുക്കുന്ന ആൾ. അങ്ങനെയല്ല, ഞാൻ ആൾക്കൊരു ഡെയിലി യൂസ് ബാഗാണ് നോക്കിയത്. അപ്പൊ ഇതൊക്കെ ഭയങ്കര റഫ് യൂസ് ആയിട്ടുള്ള ബാഗ്, ഞാൻ റഫായിട്ട് യൂസ് ചെയ്യുന്നതാ. അപ്പൊ ഞാൻ അങ്ങനത്തെ ഒരു മോഡലാണ് ഞാൻ നോക്കിയത്. അപ്പൊ അത് കിട്ടിയില്ല ഗൈസ്. അപ്പൊ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പൊ നിനക്ക് റഫ് യൂസ് ചെയ്യുന്ന ബാഗ് വേണം. നമ്മൾ അങ്ങനെ 2-3 കടകൾ കയറി ഇറങ്ങി ഗൈസ്. അവിടെ ഒന്നും ഇവിടെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ബാഗ്സ് ഇല്ല. ആ മെട്രോയുടെ തൊട്ടപ്പുറത്ത് തന്നെ ക്രോക്സ് ആണ്. ക്രോക്സിലെ ബാഗ് പിന്നെ നിങ്ങൾക്ക് അറിയാല്ലേ. അപ്പൊ നമുക്ക് ഇനി ഒരു വഴി ചിന്നക്കട, നമ്മുടെ കൊല്ലത്തെ മെയിൻ സ്പോട്ടായ ചിന്നക്കടയിൽ പോയെന്ന് അന്വേഷിക്കാം. അവിടെ ചിലപ്പോൾ വെറൈറ്റി ബാഗുകൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഇനി അവിടെ പോയെന്ന് അന്വേഷിക്കാം. ആ അന്വേഷിക്കുന്ന സമയത്ത് ഇവളുടെ നാളത്തെ കോൺവെക്കേഷന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണല്ലോ. അവിടെ അതും കൂടെ പോയി ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അത് എന്തായി, അവരെ തയ്ക്കാനെടുത്ത് തുടങ്ങിയോ അതോ തയ്ച്ച് കഴിഞ്ഞോ എന്താണെന്ന് അറിയാൻ വേണ്ടി നമുക്ക് അതും പോയെന്ന് അന്വേഷിക്കാം. അപ്പൊ നമുക്ക് ആ ഒരു ഏരിയയിലോട്ടാണ് പോകുന്നത്. വെയിലത്ത് പെരുമഴ നോക്ക്. നമ്മളങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുന്നു, ഇവളുടെ സ്റ്റിച്ചിങ് സെന്ററിന്റെ അടുത്ത്. അപ്പൊ ഈ സ്റ്റിച്ചിങ് സെന്ററിന്റെ അടുത്ത് പോയി സ്റ്റിച്ച് ചെയ്തൊന്ന് അറിഞ്ഞിട്ട് വരാം. പോയിട്ട് വാ. അത്യാവശ്യമായി മുള്ളിയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് നമ്മുടെ ഫസ്റ്റിനെ എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. ഓക്കെ, നമ്മളിനി എന്താ പരിപാടി? ബാഗ് നോക്കണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഗൈസ് എന്റെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താണ്. അതിന്റെ ഗതി എന്താന്ന് നോക്കട്ടെ. ഞാൻ ഒരു 2 തവണ വിളിച്ചിട്ട് അവര് ഫോൺ എടുത്തില്ല ഗൈസ്. എന്താണോ എടുക്കാത്തതെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഞാൻ വിചാരിച്ചൊന്ന് നേരിട്ട് പോയി തിരക്കാം. എന്താ ഡ്രസ്സിന്റെ അവസ്ഥ എന്ന് പറയണ്ടേ. നാളെ പരിപാടി. ഞാൻ അല്ലെങ്കിൽ ഉള്ള ഡ്രസ്സ് ഇട്ട് പരിപാടിക്ക് കൊണ്ടുവരും. ഈ കടയിൽ ബാഗ് ഉണ്ടോ എന്ന് അറിഞ്ഞൂടാ. നമുക്ക് എന്തായാലും നോക്കാം. ഇവള് പറയുന്നുണ്ടോ? ഞാൻ കണ്ടു ഗൈസ്, നല്ല നല്ല ബാഗ്. നോക്കാം. എനിക്ക് ഈ ബാഗ് കുറച്ചുകൂടി ഇഷ്ടമായി. നല്ല രസമുണ്ട്, നല്ല സ്ട്രോങ് ആണ് ഗൈസ്. അപ്പൊ ഞാൻ ഫ്രണ്ട്സിനെ അയച്ചു കൊടുത്തിട്ടുണ്ട്. അവർക്കും കൂടി ഇഷ്ടമാണോ എന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അവർ ചോദിച്ചിട്ട് നോക്കിയിട്ട് അതിന്റെ ആൻസർ പറയും ഗൈസ്. ഇഷ്ടപ്പെട്ടെങ്കിൽ അവർ ഇഷ്ടപ്പെട്ടെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇത് തന്നെ പാക്ക് ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും സംഭവം കൊള്ളാം, നല്ല സ്ട്രോങ് ആണ്. ബാഗ് നോക്കി നോക്കി അവളെ റിസപ്ഷനകത്ത് കയറി. ഇവിടെ ഒരു കോമഡി നടന്നു. ഫസ്റ്റ് ഈ ബാഗുകളിൽ ഒരു ബാഗ് തിരിച്ചു വെച്ചോളാൻ പറഞ്ഞു. അതെടുത്ത് മാറ്റിയിട്ട് വേറൊരു ബാഗ് വെക്കാൻ വേണ്ടി സ്ഥലത്തിന് വേണ്ടിയിട്ട് ഉടനെ ഇവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ഒരു ബാഗ് തിരിച്ചു വെക്കാൻ പറഞ്ഞപ്പോൾ തിരിച്ചു വെച്ച്. ഇങ്ങനെ ബാഗിന് ഓരോരോ ഡിഫറൻസ്. അപ്പൊ ഈ ബാഗ് എന്റെ ഫ്രണ്ട്സിന് ഇഷ്ടമായിട്ടുണ്ട്. എനിക്ക് ഇഷ്ടമായി ഗൈസ്. നല്ല സ്റ്റൈലിഷ് ബാഗാണ്. അത് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്യാം ഗൈസ്. കൊള്ളാം, സംഭവം കൊള്ളാം. അപ്പോ നമ്മൾ ഇത് പാക്ക് ചെയ്യാണ്. നിന്റെ സ്റ്റിച്ചിങ്ങിന്റെ കാര്യം എന്തായി?
അതിപ്പോൾ നമ്മൾ അവിടുത്തെ ഡിസൈനർ ചേച്ചീനെ ഇവിടെ വെച്ച് കണ്ടു. അപ്പോൾ ആ ചേച്ചി പറഞ്ഞു ഇന്ന് രാത്രിത്തേക്ക് ആവും എന്ന്. അപ്പം നാളെ 10 മണി ഓപ്പൺ ആകുമ്പോഴത്തേക്ക്. അപ്പം നമ്മൾ ഭയങ്കര ലേറ്റ് ആവത്തില്ലേ. അപ്പം നമ്മൾ വിചാരിച്ചു ഇന്ന് രാത്രി എത്ര ലേറ്റ് ആയിട്ടാണെങ്കിലും മേടിക്കും. കാരണം നാളെ രാവിലെ പുട്ടിയൊക്കെ ഇട്ട് വരുമ്പോൾ 2-3 മണിക്കൂർ എടുക്കും. പിന്നെ ഇത് ഭയങ്കര ലേറ്റ് ആവും, ഫുൾ കോളാവും കോൺവെക്കേഷൻ. അപ്പോൾ വിചാരിച്ചു ഇന്ന് രാത്രി തന്നെ വന്ന് ഡ്രസ്സ് മേടിക്കാം എന്നാണ് വിചാരിച്ച് വെച്ചിരിക്കുന്നത്. സ്പ്ലിറ്റ് ഇട്ട് കൊടുത്തു ഗൈസ്. അപ്പോൾ അവരൊക്കെ അവരുടെ പേ ചെയ്തോളും. ഞാനിപ്പോൾ ഓൾറെഡി ബാഗിൻ്റെ പേ ചെയ്ത് ഇനി അവരുടേത് അവർ പേ ചെയ്തോളും. അപ്പം നമുക്ക് ബാഗ് മേടിച്ചു. ഇനി ഒരു സാധനം കൂടി മേടിക്കണം ഗൈസ്. എൻ്റെ മൈൻഡിലുള്ളത് പെർഫ്യൂമാണ്. ഞാൻ അസറൂന് ബർത്ത്ഡേക്ക് ഒരു സാധനം ഗിഫ്റ്റ് ചെയ്തായിരുന്നു, ഒരു ബെല്ല വീറ്റയുടെ ഒരു സെറ്റ് പെർഫ്യൂംസ് ഇട്ട്. അത് ഞാനന്ന് ഓൺലൈനിൽ ഓഫറിന് മേടിച്ചതാണ്. അപ്പം അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ കൂടെ എവിടെയോ പോയപ്പോൾ എവിടെയോ വെച്ച് കണ്ട് ഞാനത്. അപ്പം അത് കിട്ടുമെന്ന് നോക്കണമെങ്കിൽ അതും കൂടി വെച്ചിട്ട് നമുക്ക് കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഹാമ്പർ പോലെ കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. സ്പ്ലിറ്റ് എന്തോ സംഭവം? ഇപ്പം നമ്മൾ ഒരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ, അപ്പോൾ ഞങ്ങൾ 4 പേരുണ്ട്. അപ്പോൾ ഇപ്പം ഞാനാണ് പൈസ കൊടുക്കുന്നതെങ്കിൽ ഇപ്പം ഞങ്ങൾക്ക് ഷെയർ ഇട്ട് മേടിക്കുന്നൊരു സാധനമാണെങ്കിൽ നമ്മൾ 4 പേരുണ്ട്. ഇപ്പം ഞാൻ ഓൾറെഡി പേ ചെയ്യണം, എന്നിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ആഡ് ചെയ്യണം ഗൂഗിൾ പേയിൽ, എന്നിട്ട് സ്പ്ലിറ്റ് എക്സ്പെൻസ് കൊടുക്കുക. അപ്പോൾ എത്ര രൂപയാണ്? ഇപ്പോൾ 125.5 രൂപയാണെങ്കിൽ കൂടി അതിൻ്റെ എക്സാക്റ്റ് 4 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്ത് സ്പ്ലിറ്റ് ആയിട്ട് പോകും. അപ്പോൾ അവരവർക്ക് ആ ഗ്രൂപ്പിൽ എത്ര പേ ചെയ്യണം എന്നുള്ളത് വന്ന് കിടക്കും. അതാണ് സ്പ്ലിറ്റ് ഇൻ ഗൂഗിൾ പേ. അത് ഞാൻ പുതിയൊരു ഇൻഫർമേഷൻ ആണ്, അത് അറിഞ്ഞവർക്ക് അറിയാമല്ലോ, ഷെയർ ചെയ്യാം. ഹേ ഗായ്സ്, അപ്പോ ഇന്ന് ഞാൻ ഭയങ്കര എക്സൈറ്റഡും അതേപോലെ തന്നെ എനിക്ക് കുറച്ച് വിഷമമൊക്കെ ഉള്ളൊരു ദിവസമാണ്. ഇന്ന് എൻ്റെ കോൺവെക്കേഷനാണ്. ഞാൻ 5 വർഷം കഷ്ടപ്പെട്ട് പഠിച്ചതിന് ഒരർത്ഥം ഉണ്ടാവുന്ന ഒരു ദിവസമാണ്. അപ്പോൾ ഞാനിപ്പോൾ അസറുടെ വീട്ടിലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ കൊല്ലത്തുനിന്ന് ഞാൻ ട്രിവാൻഡ്രത്താണ് പഠിച്ചത്. അപ്പോൾ നമ്മളൊരു ഉച്ചയ്ക്കാണ് പരിപാടി. നമ്മളൊരു 11 ആകുമ്പോൾ ഇറങ്ങാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 9 മണി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രസ്സപ്പ് ചെയ്യണം, പോകണം. എനിക്ക് കുറേയൊക്കെ അറിയാം ഇവിടെ എത്രത്തോളം കഷ്ടപ്പെട്ട് ഈ ഒരു ഡേയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എടുത്ത് രാത്രികൾ പകലുകളാക്കി കുറേ വർക്ക് ചെയ്ത്, ഇവളാണെന്ന് പറഞ്ഞാൽ ഇവർക്ക് എപ്പോഴും റെസ്റ്റ് എടുക്കണം, ഉറങ്ങുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ആ ഒരു ഉറക്കത്തെ മാറ്റി വെച്ച് ഇവളുടെ ആ ഒരു പ്രൊഫഷന് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഞാൻ ഇവൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അവളുടെ കൂടെ നടക്കുമ്പോൾ എനിക്കത് അറിയാം ഇവളെന്തോരം ഇതിനു വേണ്ടി എഫേർട്ട് ഇടുന്നുണ്ടെന്ന്. അപ്പോഴത്തേക്ക് ഈ ഇന്റേൺഷിപ്പ് ആണെങ്കിലും ഇവർക്ക് ചെയ്യാനുള്ള അസൈൻമെന്റുകൾ, ഈ വർക്കുകളാണെങ്കിലും മറ്റേ സ്റ്റിൽ മോഡലുകൾ ഉണ്ടാക്കുന്നതാണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് ഇവളുടെ ബിഗ് ഡേയിലെത്തിയിരിക്കുകയാണ്. ഇവളുടെ കോൺവെക്കേഷൻ എല്ലാം കിട്ടി, ഇന്ന് അവളുടെ സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ഇവളെ പോലെ ഞാനും ഒരുപാട് എക്സൈറ്റഡ് ആണ്. നമുക്കിനി അതിന് വേണ്ടിയിട്ട് റെഡിയാവാം. ഓക്കെ ഗൈസ്, ഇന്നലെ നമ്മൾ ആർക്കോ മേടിച്ച സർപ്രൈസ് അതിന് കവർ ചെയ്യണം. കവർ ചെയ്തിട്ട് നമുക്ക് ആൾക്ക് കൊണ്ട് കൊടുക്കണം. അത് ഈ ബ്ലോഗിന്റെ അവസാനം കാണിക്കും. വീട്ടുകാരൻ റെഡിയായിരിക്കുകയാണ്. ഉമ്മയിന്ന് ലീവ് എടുത്തു. ഉമ്മയും നമ്മളെല്ലാവരും കൂടാണ് ഇന്ന് ഫസ്റ്റ് കോളേജിലോട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗിഫ്റ്റ് റാപ്പ് ചെയ്യണം. റാപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ട് വേണം എനിക്ക് ഇനി റെഡി ആയിട്ട് വേണം നമുക്ക് കാറിൽ കയറി പോവാൻ. എനിക്ക് അതിന് മുന്നേ ഒരു കോണ്ടന്റ് ക്രിയേറ്റർ വീഡിയോ ഒക്കെ ചെയ്യണമെന്നുണ്ട്. അത് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ, നമുക്ക് ട്രൈ ചെയ്യാം. ഇതൊരു വീഡിയോ ഞാൻ എടുക്കും. ഗൈസ്, അങ്ങനെ നമുക്ക് റെഡി ആവാൻ ടൈം ആയിരിക്കുകയാണ്. അവസാനം ഇനി നമുക്ക് ഈ സർപ്രൈസ് ഗിഫ്റ്റ് കൊണ്ടുപോയി ഒന്ന് പൊതിയണം, അല്ലേ, ഒന്ന് റാപ്പ് ചെയ്യണം. സോ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് വരാം. എന്നിട്ട് ഒരുമിച്ച് കടയിൽ പോയിട്ട് ഇത് റാപ്പ് ചെയ്തിട്ട് വന്നിട്ട് ഡ്രസ്സ് ഇട്ട് റെഡി ആവാം. ഇവിടെ വന്നപ്പോൾ ഞാൻ കുറെ നൊസ്റ്റു സാധനങ്ങൾ കണ്ടു, ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പൊ നമ്മള് കണ്ണനല്ലൂര് തന്നെ ഒരു കടയിൽ, വീണ്ടും തൊട്ടടുത്ത് തന്നെ ഉള്ളൊരു കടയിൽ വന്ന് നമ്മൾ ഗിഫ്റ്റ് റാപ്പ് ചെയ്തു. എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്, അവിടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അപ്പൊ നമുക്ക് എന്നിട്ട് അത് എടുത്ത് നേരെ വീട്ടിലേക്ക് പോകും. ഗൈസ്, ഞാൻ എസ്തെറ്റിക്സ് വെച്ച് നോക്കിയപ്പോ ബ്ലൂ ആണ് കുറച്ചും കൂടി ചേരുന്നത് തോന്നി. അപ്പൊ നമുക്ക് ബ്ലൂ സാധനം വെക്കാം. നേരത്തെ ഒരു ലാവൻഡർ കളർ, പക്ഷെ അതൊരു ഇടുപ്പില്ല. ഗൈസ്, അങ്ങനെ നമ്മുടെ ഗിഫ്റ്റ് റാപ്പ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, കാർ കയറിക്കോ, ഞാൻ പേയ്മെന്റ് കഴിഞ്ഞിട്ട് വരാം. ഗൈസ്, ഇതാണ് നമ്മുടെ നാട്. പോവാം, സമയമായോടി? 11 മണി കഴിഞ്ഞ് 12 മണിക്ക് ഇറങ്ങണം. ഓ മൈ ഗോഡ്, നമുക്ക് പെട്ടെന്ന് പോയി റെഡി ആവാം. അപ്പൊ ഉമ്മി ആപ്പിച്ച് അച്ചുവൊക്കെ? ഉമ്മി ബാങ്കിൽ എന്തോ പോയിട്ട് വരാന്നാ. ഉമ്മി റെഡി ആയിട്ടല്ലേ പോയിരിക്കുന്നത്. ഓ ഓക്കെ ഓക്കെ. ഇനി അപ്പൊ ബുള്ളറ്റ് പോയി എടുക്കണ്ടേ അവിടെ പോയി? അതിന് പിന്നെ വല്ലതും എടുക്കും. ഇനി അതിനൊന്നും ടൈമില്ല. ഗൈസ്, അങ്ങനെ നമ്മൾ റെഡി ആയിരിക്കുകയാണ്. എന്റെ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്? ഫസ്റ്റ് നാട് എങ്ങനെയുണ്ട്?
ഫസ്റ്റ് ആണ് ഇന്നത്തെ നമ്മുടെ സെന്റർ ഓഫ് അട്രാക്ഷൻ ബിക്കോസ് അവളുടെ പരിപാടിയാണ്. സോ നോക്ക് ഗൈസ്. ഇതാണ് നമ്മൾ ഇന്നലെ മെനഞ്ഞാന്നുമൊക്കെ ആയിട്ട് 2-3 ദിവസമായി കഷ്ടപ്പെട്ടെടുത്ത് ചെയ്യിപ്പിച്ച ഗൗൺ. എന്താണ് ഈ ഗൗൺ ഇട്ടപ്പോ നിനക്ക് പറയാനുള്ളത്? എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തോ ഒരു നമ്മളാണ് മെയിൻ എന്ന് നമുക്ക് തന്നെ തോന്നൂല്ല, അതുപോലെ ഇരിക്കുമോ ഞാൻ ശരിക്കും സത്യം പറഞ്ഞു. പിന്നെ ഹിജാബൊക്കെ ചുറ്റിരിക്കുന്നോണ്ട് അധികം അങ്ങനെ വാദമൊന്നും സംസാരിക്കാൻ പറ്റില്ല. യെസ് ഗൈസ്, ഞാനും ഇവളെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ലുക്കിൽ കാണുന്നത്. വളരെ സുന്ദരിയായിട്ടോ ഇവളെ കാണാൻ. ബാഗും ആ ഒരു നെയ്പ്പും എല്ലാം കൊണ്ടും കൊള്ളാം ഗൈസ്. അപ്പൊ നമുക്കിനി ഒട്ടും സമയമില്ല. സോ നമുക്ക് എല്ലാരെയും പൊക്കി പിടിച്ചോണ്ട് ഇവളുടെ കോളേജിലേക്ക് പോകാം. വാപ്പിച്ച് കൊട്ടിയത്തുനിന്ന് കയറുമോ അതോ ബസ്സിൽ വരുമോ അറിയത്തില്ല, ഉമ്മയെടുത്ത് ചോദിക്കണം. എന്നാ ഒരു കാര്യം ചെയ്യും, ഗേറ്റ് തുറ. അങ്ങനെ നമ്മൾ എല്ലാരെയും പറക്കി കെട്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വാപ്പച്ചിക്കുള്ള സീറ്റ് ഇവിടെ നമ്മൾ ഇട്ടിട്ട് കുട്ടിയും ലക്ഷ്യമാക്കി പോവാണ്. കൊട്ടിയത്തുനിന്ന് വാപ്പച്ചി കയറും അല്ലേ? ഓക്കെ, അപ്പൊ എല്ലാരും റെഡിയാണ്. ഫസ്റ്റ് വളരെയധികം എക്സൈറ്റഡ് ആണ്. സോ നമുക്കിനി വാപ്പച്ചി കേട്ടിട്ട് കാണാം. ഓക്കെ, കഴിക്കാൻ പറ്റൂല തൽക്കാലത്തേക്ക് സഹിക്കുക, അത്ര തന്നെ. ഫോട്ടോ എടുക്കുന്നവരെ ഇങ്ങനെ ഇരിക്കാം. അത് പിന്നെ ജ്യൂസ് നമ്മളങ്ങനെ എത്താറായിട്ടുണ്ട് ഇത്തരം കോളേജിലേക്ക്. കുറച്ച് നിമിഷത്തിനുള്ളിൽ നമ്മളെത്തും. അവിടെ എല്ലാരും ഡ്രസ്സപ്പ് ആയി. എനിക്ക് മെസ്സേജ് അയച്ചോണ്ടിരിക്കണ്ട. നമ്മളൊരു 15 മിനിറ്റ് ലേറ്റ് ആയി. 2 മണിക്ക് അവിടെ അവര് സ്റ്റാർട്ട് ഓഡിറ്റോറിയത്തിലേക്ക് നടന്നു വരും. 1:50 ഗൈസ്. ചെന്നിട്ട് വേണം ഗൗണും ചെയ്യാൻ പറ്റുമോ ഈ ഒരു ഗൗൺ ഇട്ടോണ്ട്? അത് ലാസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോട്ടോ സെഷന്റെ ഒരു ടൈം അവർ തന്നിട്ടുണ്ട്, ഒരു 45 മിനിറ്റ്സ്. അതിന്റെ ഇടയിലാണ് നമുക്ക് എടുക്കാനുള്ള ഫോട്ടോസ് വീഡിയോസ് ഒക്കെ. വൈകുന്നേരം 4 മണി കഴിഞ്ഞിട്ട്. നല്ല വിശപ്പുണ്ട്, ഞങ്ങളൊന്നും കഴിച്ചില്ല. രാവിലെ ഒരു അപ്പം തന്നിട്ട് പെട്ടെന്ന് ചാടി ഇറങ്ങിയതാ. ഇന്നത്തെ നമ്മൾ ഇറക്കിയിട്ടിട്ട് നമ്മൾ പോയി ഫുഡ് കഴിക്കും അല്ലേ? അങ്ങനല്ലേ? അതെ അതെ. അതായത് ഒരു ജ്യൂസും വാങ്ങിച്ചു കൊടുത്തിട്ട് നമ്മൾ പോകും. ഇത് നമ്മുടെ മറിയന്റെ ആർട്സ് കോളേജ് ആണ്. അടുത്തത് ആർക്കിടെക്ചർ കോളേജ് ആണ്. ഇതാണ് ആർക്കിടെക്ചർ കോളേജ്. അപ്പൊ നമ്മൾ കോളേജ് ബൈ ബൈ. അങ്ങനെ നമ്മൾ കോളേജിൽ അവളെ ഡ്രോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഫുഡ് അടിക്കാൻ പോകും. നല്ല വിശപ്പുണ്ട്. അസ്ന എന്ത് ചെയ്യുമേ? ടോക്കൺ വാങ്ങിക്കാനായിട്ട് പോയേക്കുന്നത്. അസ്ന ബാക്കിൽ വരുന്നുണ്ട്. രാത്രിയത്തെ ഫുഡിനുള്ള ടോക്കൺ വാങ്ങിക്കാൻ പോയത്. ഓക്കെ, നമുക്ക് ഇപ്പോഴത്തെ ഫുഡ് കഴിക്കാൻ പോകും. അസ്ന എത്തി. എന്താടി? നമുക്ക് ഫുഡ് കഴിക്കാനുള്ള കൂപ്പൺ കിട്ടിയിട്ടുണ്ട്. എത്ര എണ്ണം? 5 എണ്ണം അല്ലാതെ. അപ്പൊ നമുക്ക് ഇപ്പൊ കഴിക്കാൻ പോയാലോ? നമുക്ക് എന്തായാലും കഴിക്കാം. അവളെന്തായാലും പറഞ്ഞ ഇല്ല, ഇത്തത്തെ പറഞ്ഞ് കുറച്ചേരം എടുക്കും. ഇത്തത്തെ ജ്യൂസ് വാങ്ങിച്ചോണ്ട് പോകണം. അല്ലാതെ ഇത്തത്തെ കുറച്ചേരം എടുക്കും, പിന്നെ വന്നാ മതി എന്ന് പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട്. ഓക്കെ, നമുക്ക് തൽക്കാലത്തേക്ക് ഇവിടുന്ന് ഇവിടെ പറയാം. അപ്പൊ ഞാൻ ഡ്രസ്സപ്പ് ചെയ്തിട്ടേക്കുവാണ്. ഞാൻ പോവാണ് ഗൈസ്. ഇനി നമുക്ക് സ്റ്റേജിൽ കാണാം. ബൈ ബൈ. മഴ പെയ്യുന്നു. നമ്മള് ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് അടിപൊളി. ഇതെന്റെ ഫ്രണ്ടാണ് ഗൈസ്, ദൃശ്യം. ഞങ്ങൾ ഡ്രസ്സപ്പ് ഒക്കെ ചെയ്തിരിക്കുവാണ്. ഇനി നമ്മൾ നടന്ന് വരിയായിട്ട് പോകണം. ഞാൻ എന്റെ ബാക്കി ഫ്രണ്ട്സിനെ കാണിച്ചു തരാം. അങ്ങനെ ഏറെ നേരത്തെ പ്രയത്നത്തിന് ശേഷം ഡാൻസും എല്ലാം കഴിഞ്ഞ് കഴിച്ചു. ഒച്ചയൊക്കെ പോയി തോന്നുന്നു. ഒച്ച പോകാനായിട്ടാണ് നീ എന്തോ ചെയ്തു? നമ്പറല്ല അല്ല കഴിക്കണേന്ന്. കഴിക്കുന്നില്ലേ? ഞാൻ കഴിക്കുന്നുണ്ട്. അച്ഛൻ കഴിക്കുന്നില്ലേ? ഇല്ലേ? പുല്ല് ഡിന്നർ ചുമ്മാ ഡിന്നർ രാത്രിത്തെ ഡിന്നർ. ഇത് 6 to 6 ഡിന്നർ. 5 മണി ആവുന്നേ. അപ്പൊ അത് കഴിഞ്ഞ പരിപാടി ഉണ്ടോ? ശരി, എനിക്ക് തോന്നുന്നില്ല എല്ലാരും പോവാന്ന് തോന്നുന്നു. ഇതിന് കൂപ്പണൊന്നും വാങ്ങിക്കുന്നില്ലല്ലോ. വന്നവര് നിന്നവരും എല്ലാം പോയി കഴിക്കുവാന്നല്ലേ? ശരിയാവല്ല. കൂപ്പണുള്ള വേറെ ഡിന്നർ കാണുമോ രാത്രി? ഗൈസ്, അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ച് നല്ല വയറ് നിറഞ്ഞിരിക്കുകയാണ്. ഫസ്റ്റ് വയറ് നിറഞ്ഞിട്ടും വീണ്ടും ബ്രൗണിയും ഐസ്ക്രീമിന്റെ കൂട്ടി കുഴച്ചടിക്കുകയാണ് ഗൈസ്. ഞാൻ രാവിലെ മുതൽ കഴിച്ചില്ല ഗൈസ്, അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. പിന്നെ ഒരു ആത്മസംതൃപ്തി ഉണ്ട്, വിഷമമുണ്ട്. എൻ്റെ വാപ്പിച്ചിക്കും ഉച്ചയ്ക്കും വരാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. ബിക്കോസ് വാപ്പിച്ചി മിച്ചാണ് എന്നെ ഇവിടെ കൊണ്ട് ചേർത്തതൊക്കെ. അപ്പം അതിൻ്റെ ഒരു വിഷമമുണ്ട്.
അവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സന്തോഷം ഉണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. പിന്നെ അഫ്രോടെ വാപ്പിച്ചു ഉമ്മിച്ച് എല്ലാവരും അത് നികത്തുന്ന പോലെ നിന്നതുകൊണ്ട് എനിക്ക് അത്രയും ഞാൻ അറിഞ്ഞില്ല. എങ്കിലും വാപ്പിച്ചു ഉമ്മിച്ച് വേണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നമുക്ക് തിരിച്ചു വരാം. പുള്ളിക്കാരി ഇമോഷണൽ ആയതുകൊണ്ട് നമ്മൾ ബ്ലോഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഗൈസ്, അപ്പൊ നമ്മൾ സർപ്രൈസ് ആയിട്ട് ഈ ഗിഫ്റ്റ് മേടിച്ചത് കൊടുക്കാൻ പോകുന്ന വേറെ ആർക്കുമല്ല, നമ്മൾ ആർക്കിടെക്ചർ പഠിച്ചവർക്ക് അറിയായിരിക്കും. നമുക്കൊരു ഗൈഡ് കാണും. അതായത് ഇത്ര സ്റ്റുഡൻസ്, ഒരു ഗ്രൂപ്പ് ഓഫ് സ്റ്റുഡൻസിന് ഒരു ഗൈഡ് ആയിരിക്കും നമ്മുടെ ത്രൂ ഔട്ട് ഈ തീസിസ് ജേർണിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ ഗൈഡ് എന്ന് പറയുന്നത് മിലു മാം ആണ്. മാമിനാണ് ഈ ഗിഫ്റ്റ് മേടിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഗിഫ്റ്റ് ഒന്നും മേടിച്ച കാര്യം മാമിന് അറിയത്തില്ല. മാം ബായ് ഒക്കെ പറഞ്ഞ് ഞങ്ങളെ പറഞ്ഞു വിട്ടു. നമുക്കിനി ഗിഫ്റ്റായിട്ട് മാമിൻ്റെ അടുത്ത് പോകും. മാമിൻ്റെ റിയാക്ഷൻ എന്താണെന്ന് കമോൺ. അപ്പം നമുക്ക് മാമിന് ഗിഫ്റ്റ് കൊടുക്കാം. ഞങ്ങളുടെ മിലു മാം